രണ്ട് ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ഉണ്ടാവുന്നത്. ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ കഴിയുമായിരുന്നു, അതല്ല പരീക്ഷ ഈ കുട്ടികൾക്ക് വിലക്കാൻ കഴിയുമായിരുന്നു, ഈ പരീക്ഷ വിലക്കി അടുത്ത വർഷം പരീക്ഷ എഴുതിപ്പിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നിയമം പറയുന്നത് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ഈ കുട്ടികളുടെ പരീക്ഷയ്ക്ക് വിലക്കാൻ കഴിയുമായിരുന്നില്ല. പരീക്ഷ എഴുതുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും അത് പറയുമ്പോൾ ഷഹബാസിനുമുണ്ടായിരുന്നു ആ അവകാശം എന്നുള്ളത് നമ്മൾ എടുത്തു തന്നെ പറയണം. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മർദ്ദനത്തിന് കാരണക്കാരായ കുട്ടികൾ, ആ കുട്ടികൾക്കും ചില അവകാശങ്ങളുണ്ട് എന്നാണ് നിയമം പറയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമങ്ങൾ ആർട്ടിക്കിൾ 26 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 UDHR പ്രകാരം, ആർട്ടിക്കിൾ 26 പ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടുള്ളതല്ല. യുനെസ്കോയുടെ കൺവെൻഷൻ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ 1960 കൺവെൻഷൻ പ്രകാരവും കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ കഴിയില്ല. കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദി ചൈൽഡ് 1989 നിർവചനത്തിൽ 15 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 21A പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശമായ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ കുട്ടിയുടെ സാർവത്രികവും സൗജന്യവുമായ അവകാശം ഒരു മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശം നമുക്ക് തടയാൻ കഴിയില്ല. സെക്ഷൻ 16 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കരുത് എന്നുള്ളതാണ്. നിലവിൽ അതുപ്രകാരം ഈ കുട്ടിക്ക് SSLC പരീക്ഷ എഴുതാനുള്ള അവകാശം ഭരണഘടനയും ചട്ടങ്ങളും കൺവെൻഷനുകളും നൽകുന്ന മൗലിക അവകാശമാണ്. അത് സംരക്ഷിച്ചു പിടിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ വിധി എന്നുള്ളത് ഒരു കോടതി വിധിയാണ്. ആ കോടതി വിധിയെ സർക്കാരിനോ അതല്ലെങ്കിൽ വ്യക്തികൾക്കോ ഒരു പൊതുസമൂഹത്തിനോ നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം നമ്മൾ ആവർത്തിച്ചു തന്നെ പറയണം, ഷഹബാസിനുമുണ്ടായിരുന്നു ആ അവകാശം. ഇനി ഈ കുട്ടികളെ മർദ്ദിച്ച് നമുക്ക് നന്നാക്കാൻ കഴിയുമോ? ഇപ്പോൾ സമൂഹത്തിൽ പൊതുവെ ഉയർന്നുവരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ചൂരൽ കഷായം കിട്ടിയ കുട്ടികൾ നന്നായിട്ടുണ്ട് എന്ന്. ചൂരൽ കഷായം കിട്ടിയ കുട്ടികളിലും പിന്നീട് കുറ്റവാസനയുള്ളവരായി പലരും മാറിയിട്ടുണ്ട്. നിയമം പറയുന്നത് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ചൂരൽ പ്രയോഗം പാടില്ല എന്നാണ് 1986 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പിന്നീട് 2015 അത് ഭേദഗതി ചെയ്യുന്ന ഘട്ടത്തിലും പറയുന്നത്. സെക്ഷൻ 75 പറയുന്നു, ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ഫിസിക്കലി നിങ്ങൾ ഹരാസ് ചെയ്താൽ, കോർപ്പറൽ പണിഷ്മെന്റിന് വിധേയമാക്കിയാൽ 3 മുതൽ 10 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ഒടുക്കേണ്ടി വരും. മാത്രവുമല്ല, കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് 2005 പ്രകാരം ബാലാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദേശീയ സംസ്ഥാനതല കമ്മീഷനുകൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് പറയുന്നത്. കോർപ്പറൽ പണിഷ്മെന്റ്, ഫിസിക്കൽ മെന്റൽ ഹരാസ്മെന്റ് നിരോധിച്ചിരിക്കുകയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും ബാലാവകാശ നിയമങ്ങളും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും. അതുപ്രകാരം ഒരു കുട്ടിയെ ചൂരൽ ഉപയോഗിച്ച് തല്ലുന്നത് ഫിസിക്കൽ ഹരാസ്മെന്റിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. വൈകാരികമായൊരു മണ്ഡലം പൊതുവെ ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട വിധിയും ഒരു കുറ്റകൃത്യത്തിന്റെയും പരിഹാരമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.